2 വർഷം മുന്നേ എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ്. പുതിയ അച്ഛന്മാരും അമ്മമാരും ഒക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാവും. അവർക്ക് നമ്മൾ എത്ര നോക്കിയാലും നമ്മുടെ കാര്യങ്ങൾ തീരില്ല. എത്ര സമയം കിട്ടിയാലും അത് കുറവാന്ന് തോന്നും. അപ്പോഴാണ് കഴിഞ്ഞ ഇടയ്ക്ക് കുറച്ചു കാലം മുന്നേ എനിക്ക് ബ്രഹ്മമുഹൂർത്തത്തിന്റെ കോൺസെപ്റ്റ് മനസ്സിലായതും അത് ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയതൊക്കെ. അപ്പൊ അതിനെപ്പറ്റി ഇന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിദ്യ. ഞാൻ ബൈ പ്രൊഫഷൻ ഒരു സൊല്യൂഷൻസ് ആർക്കിടെക്ട് ആണ്. പക്ഷേ ഹിന്ദു ഫിലോസഫിയിൽ ഒരുപാട് ഇടുന്നായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് പഠിച്ച് ഇവിടെ വന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ബ്രഹ്മമുഹൂർത്തം ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു 4:30, അതായത് സൂര്യൻ ഉദിക്കണേക്കാളും 1.5 മണിക്കൂർ മുന്നെയാണ് ബ്രഹ്മമുഹൂർത്തം തുടങ്ങുന്നത്. അപ്പം ഈ ഒരു സമയത്ത് എണീക്കുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ആരും എണീറ്റിട്ടില്ല, ബാക്കി ഒരു നോയ്സും ഇല്ല, ഒരു ബഹളവും ഇല്ല. അപ്പൊ നമ്മുടെ മൈൻഡ് ഭയങ്കര കാമായിരിക്കും, നമ്മുടെ എനർജി ഏറ്റവും പീക്കിലായിരിക്കും. എൻ്റെ വീഡിയോയില് എന്നോട് ആൾക്കാർ ചോദിച്ചായിരുന്നു, ഇപ്പം രാവിലെ എണീക്കുന്നത് കുഴപ്പമില്ല, നേരത്തെ എണീക്കാം, പക്ഷെ കുറച്ച് സമയം ആവുമ്പോൾ ഉറക്കം വരുമെന്ന്. വിച്ച് ഇസ് ട്രൂ. നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് വേണം. അപ്പം നമുക്കിപ്പം 4:30 എണീക്കണമെങ്കിൽ നമ്മളൊരു 12 മണിക്ക് കിടന്നാൽ പോരാ. അതിനനുസരിച്ച് നമ്മുടെ ബോഡിക്ക് ഒരു 7 hours ഓഫ് സ്ലീപ്പെങ്കിലും വേണം. 7 hours ഓഫ് സ്ലീപ്പ് ഒരു സെറ്റിൽ ഒരുമിച്ച് കിട്ടുവാണെങ്കിലാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ അത് പറ്റിയില്ലെങ്കിൽ ഒരു 6 hours ഓഫ് സ്ലീപ്പ് രാത്രി കിട്ടണം. അപ്പം നമ്മൾ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്ത് രാത്രി വേഗം ഉറങ്ങാൻ നോക്കണം. അത് മാത്രമല്ല, പുരാണങ്ങളിൽ ഇപ്പം സമയം എന്നുള്ളൊരു കോൺസെപ്റ്റ് വരണേക്കാളും മുന്നേ ഇപ്പം നമുക്ക് ക്ലോക്ക് ഉണ്ട്, വാച്ച് ഉണ്ട്, എല്ലാ രീതിയിലും സമയം നോക്കുന്ന ഡിവൈസസ് ഉണ്ട്. പക്ഷെ അതൊക്കെ വരണേക്കാളും മുന്നേ ഈ മുനിമാരും ഋഷിമാരൊക്കെ ഒരു ദിവസത്തിനെ 8 യാമങ്ങളിൽ ഡിവൈഡ് ചെയ്യുമായിരുന്നു. യാമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂറിന്റെ സെറ്റാണ്. അപ്പം രാവിലത്തെ സമയം ഒരു 4 യാമങ്ങളിലും രാത്രിയിലത്തെ സമയം വേറൊരു 4, അപ്പൊ ടോട്ടൽ 8 യാമങ്ങളിൽ ഡിവൈഡ് ചെയ്യും. അപ്പം നമ്മൾ 24 മണിക്കൂറിന്റെ ഒരു കാൽക്കുലേഷൻ വെച്ച് 24 മണിക്കൂറുണ്ട് നമുക്ക് ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന് നമ്മൾ ലിസ്റ്റ് ഡൗൺ ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾ വലിയൊരു കാര്യത്തിന് ചെറിയ ചെറിയ സെക്ഷനിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അച്ചീവ് ചെയ്യാൻ കൂടുതൽ എളുപ്പമായിരിക്കും. ഫോർ എക്സാമ്പിൾ, യാമങ്ങളിൽ ഏറ്റവും ആദ്യത്തെ യാമം തുടങ്ങുന്നത് 6 മണിക്കാണ്, 6 AM to 9 AM. അപ്പം 6 തൊട്ട് 9 മണി വരെയുള്ള സമയമാണ് ഏറ്റവും ഫോക്കസ് ആയിട്ടുള്ള സമയം. അപ്പം നമ്മളിപ്പോ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്ന സമയത്ത് എണീക്കുവാണെങ്കിൽ 4:30, 5 മണിക്കൊക്കെ എണീക്കുവാണെങ്കിൽ നമ്മൾ 6 തൊട്ട് 9 മണി വരെ വർക്ക് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് എന്താണ് നമ്മളിപ്പം പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ഫോക്കസ്, നമ്മൾ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ജോലി ചെയ്യാനുള്ള ഫോക്കസ്, ഇല്ലെങ്കിൽ അച്ഛനമ്മമാരാണ് അവരുടെ ബാക്കി കാര്യങ്ങൾ നോക്കാനുള്ള ആ ഒരു 6 to 9 ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന സമയമാണ്. പിന്നെ ഈ 6 തൊട്ട് 9 മണി എന്ന് പറഞ്ഞ യാമത്തില് നമുക്ക് റൂട്ടീനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ഫുൾ ഡേക്ക് വേണ്ടി പ്രിപ്പയർ ആയി. പിന്നെ രണ്ടാമത്തെ യാമാണ് 9 തൊട്ട് 12. അപ്പൊ നമുക്ക് ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ വർക്ക് സ്റ്റാർട്ട് ആവുന്ന മണിക്കൂറുകളാണ്. അപ്പം അവരെ ഏറ്റവും ഫോക്കസ്, ഏറ്റവും നല്ല കാര്യങ്ങൾ, ഏറ്റവും അറ്റൻഷൻ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സമയമാണ്. ഇപ്പൊ സ്കൂളിൽ പോകുന്ന പിള്ളേരാണെങ്കിലും 9 തൊട്ട് 12 ഏറ്റവും ഇപ്പൊ ബ്രേക്ക്, ലഞ്ച് ബ്രേക്ക് വരുന്നതിനെക്കാട്ടും മുന്നേയുള്ള സമയമാണ്. അപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് പഠിപ്പും എല്ലാ കാര്യങ്ങളും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. പിന്നെ 12 തൊട്ട് 3, അതാണ് മൂന്നാമത്തെ യാമം. അപ്പം നമ്മുടെ ബോഡി കുറച്ച് സ്ലോ ഡൗൺ ആവും. ബിക്കോസ് നമ്മളിപ്പോൾ 4-5 മണിക്ക് എണീറ്റിട്ടുണ്ടെങ്കിൽ ആ ഒരു 12 മണിയാവുമ്പോഴേക്കും ഹാഫ് ഓഫ് ദ നമ്മുടെ എനർജി കഴിഞ്ഞു. അപ്പൊ 12 തൊട്ട് 3 മണി വരെയുള്ള സമയമാണ് നമ്മുടെ ബോഡിക്ക് ഒരു റെസ്റ്റ് വേണം. അപ്പം നമുക്ക് ഒരുപാട് എഫേർട്ട് ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യാം, ഇല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് ചെയ്യണമെങ്കിൽ റെസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടാണ് 3 തൊട്ട് 6. അഗൈൻ 3 തൊട്ട് 6 പിന്നെയും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു യാമം. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ചെയ്യുന്നത് എന്റെ വീഡിയോ ഷൂട്ടിങ്ങും വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ഞാൻ ചെയ്യുന്നത് 3 തൊട്ട് 6 ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള സമയമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇത് രാവിലത്തെ 6 AM തൊട്ട് 6 AM തൊട്ട് 6 PM ഉള്ള ഒരു സമയമായിരുന്നു. ഇങ്ങനെ തന്നെ രാത്രി 4 യാമങ്ങളുണ്ട്, 6 PM തൊട്ട് നെക്സ്റ്റ് 6 AM വരെ. സെയിം കോൺസെപ്റ്റ് ആണ്. അപ്പം ഏറ്റവും നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഫോക്കസ് ഉള്ള കാര്യങ്ങൾ ഏറ്റവും ആദ്യത്തെ യാമത്തിൽ ചെയ്യാം. രണ്ടാമത്തെ ഒരുപാട് നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന യാമാണ്. മൂന്നാമത്തെ യാമാണ് 12 തൊട്ട് 3. അപ്പം രാത്രിയും 12 തൊട്ട് 3 നമുക്ക് നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് ആവശ്യമുള്ള സമയമാണ്. പിന്നെ അഗൈൻ 3 തൊട്ട് 6 ക്രിയേറ്റീവ് ആയിട്ടുള്ള യാമാണ്. നമ്മളൊക്കെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, മൾട്ടി ടാസ്കിങ്. ഒരുപാട് സെയിം അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒരുമിച്ച് ചെയ്യാം സമയം സേവ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ശരിക്കും മൾട്ടി ടാസ്കിങ് ഇസ് അനദർ നെയിം ഫോർ ഡിസ്ട്രാക്ഷൻ. നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത്
നമ്മൾ വേറെ ഒരു സിമിലർ കാര്യമാണെങ്കിലും നമ്മുടെ ബ്രെയിൻ സ്വിച്ച് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയമെടുക്കും. പ്ലസ് നമുക്ക് ഒരു കാര്യത്തിലും ഫുൾ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ കേസ് മൾട്ടി ടാസ്കിങ് ഒട്ടും വർക്ക് ആവില്ല. ഫോർ എക്സാമ്പിൾ, ഞാനൊരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ എനിക്കൊരു 1 hour വേണമെങ്കിൽ ഞാനത് അതിൻ്റെ കൂടെ വേറെ ഇപ്പം കമന്റ്സ് റിപ്ലൈ ഒക്കെ ചെയ്യുവാണെങ്കിൽ ആ 1 hour 1.5 2 hours ഒക്കെ ആവും. അപ്പം ഇൻസ്റ്റെഡ് ഓഫ് എഫിഷ്യൻസി എൻ്റെ ഒരുപാട് സമയം സ്പെൻഡ് ആവുക ചെയ്യുന്നത് മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന സമയത്ത്. ഗീതയിൽ പറയുന്നുണ്ട്, നമ്മൾ മൾട്ടി ടാസ്കിങ് എന്ന് പറയുമ്പോൾ അത് ശരിക്കൊരു ഡിസ്ട്രാക്ഷൻ ആണ്. അപ്പം ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാണ്ട് ഒരു പണി നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റണം. അത് മാത്രമല്ല, നമ്മളിപ്പം 24 hours വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്കെഡ്യൂൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് വേണം. അപ്പം റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ് സന്ധ്യാസമയം. അപ്പൊ നമുക്ക് 3 സമയങ്ങളാണ് ഉള്ളത്. സന്ധ്യാസമയം എന്ന് പറയുമ്പം ഒരു ട്രാൻസിഷൻ നടക്കുന്ന സമയം. അപ്പൊ രാവിലെ സൺറൈസ്, സൂര്യൻ ഉദിക്കുന്ന സമയം, ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ടൈം. അത് കഴിഞ്ഞ് 12 മണി സമയം, ഒരുപാട് എക്സാക്ട് നൂൺ ആവുന്ന സമയം. അങ്ങനെ തന്നെ ഈവനിങ്, സൂര്യൻ അസ്തമിക്കുന്ന സമയം. ഈ 3 സമയങ്ങളിലും നമുക്ക് നമ്മുടെ ബോഡിക്ക് ഒരു ബ്രേക്ക് കൊടുത്ത് ഒരു റീസെറ്റ് ആക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ സന്ധ്യാവന്ദനത്തിനൊക്കെ ഒരുപാട് ഫോക്കസും ഒരുപാട് ഇമ്പോർട്ടൻസും കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, എങ്ങനെ നമ്മുടെ 24 മണിക്കൂറിനെ നമുക്ക് കൂടുതൽ, ഇപ്പം 24 മണിക്കൂറേ ഉള്ളൂ എല്ലാവർക്കും, നമുക്ക് ഡബിൾ ഡൗൺ ചെയ്യാം, നമുക്ക് എക്സ്ട്രാ വർക്ക് ചെയ്യാം സെയിം ടൈമിൽ. അപ്പം ഇതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കൂ. ആദ്യത്തെ ബ്രഹ്മമുഹൂർത്തം, അതായത് 4:30-5 മണിക്ക് എണീക്കാം. പിന്നെ ഈ നമ്മളിപ്പം വർക്ക് ചെയ്യുമ്പം ഒരു 3 മണിക്കൂറിന്റെ സെഗ്മെന്റിൽ ഡിവൈഡ് ചെയ്യാം. അത് മാത്രമല്ല, നമ്മളിപ്പോൾ പണി ചെയ്യുമ്പം ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാം. പിന്നെ ലാസ്റ്റത്തെ നമ്മുടെ ബോഡിക്ക്, നമ്മുടെ ബ്രെയിന് റെസ്റ്റ് വേണം, അത് പ്ലാൻ ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു, ബൈ.